ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് ഒരു നെത്തോലി തോരനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണേ. ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. ഇതിന് ഞാൻ എടുത്തു വച്ചേക്കുന്നത് ഒരു 3 സവാള ഇങ്ങനെ ഇച്ചിരി ചെറിയതുമല്ല വലുതുമല്ലാത്ത രീതി ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഒരു 3 തക്കാളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ചെറിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടെ സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ മൂപ്പിക്കണ്ട, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അത് മൂത്ത് വേറൊരു മണം ആവണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, ഉള്ളിയിലേക്ക് കൂടെ. അപ്പോൾ നമുക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം. ആ പച്ചമുളകും കൂടെ ഇടാവേ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഒന്ന് വാടി വരട്ടെ. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ ഇടാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് കൊടുക്കട്ടെ. ഇനി ഇതിനരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങളുടെയൊക്കെ എരിവിനും കളറിനൊക്കെ അനുസരിച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ തേങ്ങ ഇച്ചിരി കൂടുതൽ വേണം. സാധാ തോരത്തിനെ പോലെയല്ല, ഇച്ചിരി കൂടുതൽ തേങ്ങ വേണം. അപ്പോൾ നമുക്ക് അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. മെയിനായിട്ടുള്ള സാധനം ഞാൻ കാണിച്ചിട്ടില്ല. ഇതാണ് നെത്തോലി. ഞാൻ മുള്ളെടുത്ത് വെച്ചേക്കാണ്. നെത്തോലി മുള്ളെടുക്കുന്ന എങ്ങനെയെന്ന് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂക്കണേക്കാളും ഒന്ന് വെന്ത് വരണം. നമുക്കപ്പോൾ അത് തീ കുറച്ച് അടച്ചിടാവേ. അപ്പോൾ എല്ലാം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിതിൽ അരപ്പെല്ലാം കൂടെ ഞാൻ ഒന്ന് ഒതുക്കിയെടുത്തതേ ഉള്ളൂ. നമുക്കങ്ങനെ അരച്ചെടുക്കണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തേങ്ങയും കൂടെയാണ് ഇത്. ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ല മൂത്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നെത്തോലി തോരനിവിടെ അടിപൊളി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഈ ഇത്രയും നല്ലോണം വെള്ളം തോത്തിയെടുക്കണം. ഇനി വിളമ്പി വെച്ചിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ സൂപ്പറായിട്ടുള്ള നെത്തോലി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ തക്കാളി കുറച്ചിട്ട് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങാപ്പൂൾ 1-2 മാങ്ങാപ്പൂളൊക്കെ ഇടാം.
പുളി അനുസരിച്ച് മുരിങ്ങക്കോൽ ഇടാം, എല്ലാം ഇടാം. എല്ലാം ഇട്ടാൽ ഇത്തിരി കൂടി രുചി കൂടത്തേ ഉള്ളൂ. പിന്നെ അവരവരുടെ ടേസ്റ്റും കൂടെ നോക്കി എല്ലാം ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.